എന്നെ ചെയ്തിട്ട് ഞാനത് മരിക്കും, ആ കുട്ടി ഇപ്പൊ അവള് മരിക്കട്ടെ എന്ന് ചിന്തിച്ച ജനങ്ങൾ വരെ ഉണ്ട്. നക്ഷത്രയ്ക്ക് ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല അവ വേദിലേക്ക് ചെല്ലുമ്പോൾ. നക്ഷത്രയിലെ 10 പേരപ്പോ പേരില്ലാതെ നിൽക്കുന്നു. ആ സമയത്തിട്ട പേര് കൂടിയാണ് നക്ഷത്രം. കൈകൊട്ടി കളി എന്ന് പറയുന്നൊരു ഇത് കേരളത്തിന്റെ അങ്ങും ഇങ്ങും എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളിലും ഇപ്പം നിങ്ങളാണ് അത് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇവരാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അങ്ങനെ നിങ്ങളെയാണ് ഓർമ്മ വരുന്നത്. എത്ര പാട്ടുകൾ നിങ്ങൾ ചെയ്യുമായിരിക്കും ഒരു പ്രോഗ്രാമിന്? ഞാനൊരു 247 പാട്ട് ശരിക്കും കൊറിയോഗ്രാഫി ചെയ്തത്. വെറൈറ്റി പാട്ട്, വെറൈറ്റി സ്റ്റെപ്പ്, വെറൈറ്റി ആയിട്ട് പൊന്നെ പോയാൽ മതി. മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി നമുക്ക് ഒരു സാധനം എടുക്കണ്ട. നക്ഷത്രയ്ക്ക് ഒരു ചോട് പോലും മറ്റൊരു ടീമിൻ്റെതോ മറ്റൊരാൾക്കത് വേണ്ട, മോശമായിക്കോട്ടെ, നമുക്ക് നമ്മളത് മതി. വേദികൾ കിട്ടി. അപ്പൊ ഞങ്ങള് 500 രൂപയ്ക്കായാലും കളിക്കാൻ പോയിട്ടുണ്ട്. ചില സമയത്തൊന്നും അതും ഇല്ല, പച്ചവെള്ളം മാത്രം തന്നിട്ട് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കളിസ്ഥലത്ത് നിന്ന്. ഫസ്റ്റ് വൈറൽ വീഡിയോ ഏതാ? ശ്രീദേവൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ നടക്കയിലാണ് കളിച്ചത്. താമര പോൽ നിറമുള്ള ദേവദേവനേ. എല്ലാ ജില്ലയിലും ചെയ്തിട്ടുണ്ടാവും. 14 ജില്ലകളിൽ ഇപ്പൊ ഒരു 3 ജില്ല മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ബാലമണിയുടെ ക്ലാസ്സിൽ എങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണോ പോകുന്നതിന്? ഇപ്പൊ കൊറേ ഞാൻ പറയാം, ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. എക്സാം കളിക്കുമ്പോ ഒരു കളിച്ച് നടന്നോ എങ്ങനെയാ പഠിക്കണ്ട. പുറത്ത് അങ്ങ് ആൾക്കാർ തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. ഇന്നെ മനസ്സിലായി ഒരു പാട്ട് മണിക്കുട്ടി നീ എന്റെ മനസ്സുള്ളി. ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുക. ഹായ് ഹലോ നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടീമിനെ ഞാൻ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് കേരളത്തിൽ പെട്ടെന്ന് തന്നെ ട്രെൻഡിങ് ആയി മാറിയിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്. അതിൽ ഇവരെ വെല്ലാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ആരും ഉണ്ടെന്ന്. കാര്യം ഇവരാണ് ആ കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവരിൽ കുറേ ആൾക്കാരുടെ മുഖങ്ങളാണ്. അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് നക്ഷത്ര വീരനാട്യത്തിലെ അംഗങ്ങളാണ്. എല്ലാവർക്കും വെൽക്കം ടു ദി ഷോ. അപ്പം എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ഡാൻസ് ഫോം അല്ലെങ്കിൽ ഈ കൈകൊട്ടി കളി എന്ന് പറയുന്നൊരു ഇത് കേരളത്തിൻ്റെ അങ്ങും ഇങ്ങും എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളിലും ഇപ്പം നിങ്ങളാണ് അത് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇവരാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അങ്ങനെ നിങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫീലിങ്സ് എങ്ങനെയാ ശരിക്കും? എന്താ തോന്നുന്നത്? ഇപ്പൊ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ്. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ പേരൻസിനും കുട്ടികളുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഹസ്ബൻഡ്സിനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണ്. ഇപ്പോൾ നക്ഷത്രയിലെ ഓരോ പേഴ്സണും വീരനാട്യവുമായി വന്നപ്പോൾ വന്നു നിൽക്കുന്ന ഒരു സ്റ്റേജും ഇപ്പൊ വേറെ ലെവലാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിലാണ്. ഓരോ വീട്ടിലും അത്രമാത്രം സന്തോഷത്തിലാണ്. കാരണം നക്ഷത്ര എന്ന് പറയുന്ന ഒരു പേര് തന്നെ അവർക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാവുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ്. അത് നിങ്ങളിപ്പോ എത്ര പേരുണ്ട്? മൊത്തത്തിൽ എത്ര പേരുണ്ട്? ഞങ്ങള് ശരിക്കും 22 മെമ്പറാണ് ഉള്ളത്. ഇപ്പൊ നിലവിൽ കളിക്കാനായിട്ട് 21 പേരാണ് ഉള്ളത്. ഒരു കൊച്ച് കല്യാണം കഴിഞ്ഞു, ആലപ്പുഴയിലേക്കാണ് അവിടെ കല്യാണം കഴിച്ചു കൊടുത്തത്. കല്യാണം കഴിഞ്ഞിട്ടും കൊച്ചു വന്നിരുന്നു. അവൾക്ക് പ്രഗ്നന്റ് ആണ്. അങ്ങനെ അതുകൊണ്ട് 21 പേര്. ഓക്കെ, നമുക്ക് എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. പറഞ്ഞു അറ്റത്തിരിക്കുന്ന സുന്ദരിക്കുട്ടി പറഞ്ഞു കൊള്ളാലോ. എന്റെ പേര് ഋതിക. ഋതിക എന്താ ചെയ്യുന്നേ? ഞാൻ ബികോം പഠിക്കും. എവിടെയാ? തൃശ്ശൂർ തന്നെ. ഓക്കെ, അടുത്ത ആള്? അനാമികയൊന്നും അല്ല, ബാലാമണി. അതാണ് എനിക്ക് ഇഷ്ടപ്പെടും, നല്ല പേര്. ബാലാമണി എന്താ ചെയ്യുന്നത്? 10th പഠിക്കും. അത് അറിയാൻ പറ്റൂലേ കൂട്ടത്തിലെ കുട്ടിയാന്നുള്ളത്? 10th പഠിക്കുന്നത്. ഓക്കെ, ചേച്ചി നമ്മുടെ മെയിൻ സ്റ്റാർ. എൻ്റെ പേര് രഞ്ജിത എന്നാണ്. ഹൗസ് വൈഫാണ്. ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ കൈകൊട്ടിക്കളിയുടെ ഭാഗം തന്നെയായിട്ട് ജോലി റിസൈൻ ഇട്ടിട്ടില്ല. ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. FC കോർണറായിട്ടും പിന്നെ ഇപ്പോൾ റീജിയണൽ ഓഫീസറായിട്ട് പോസ്റ്റിലേക്ക് മാറിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം. ഞാൻ 3ഉം കൈകാര്യം ചെയ്തിരുന്നു, വീടും ജോലിയും കൈകൊട്ടിക്കളിയും. പക്ഷേ മേ ബി ഇപ്പോൾ അതിൻ്റെ ലെവലൊക്കെ മാറി, പ്രോഗ്രാം കണ്ടിന്യൂസ് ആയി.
നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. മേ ബി ഒരു സപ്പോർട്ടായിരുന്നു ഒരു വിധം. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയപ്പോ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാക്കുന്നില്ല, രണ്ടും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരോടം നമ്മൾ ഭംഗിയായി കൊണ്ടുപോകണം, അതാണല്ലോ. അപ്പൊ നമ്മൾ അതൊരു തീരുമാനം എടുത്തു. അവരിപ്പോഴും നമുക്ക് സപ്പോർട്ടിങ് ആണ്. അപ്പോൾ ഇപ്പൊ ഡിസൈൻ ഇടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണ്. നമ്മുടെ വീരനാട്യം മുന്നോട്ട് പോകുന്നു. ആതിര എന്താ ചെയ്യുന്നത്? ഇത് പറഞ്ഞാൽ മതിയല്ലോ. ജോലി ഉണ്ടായിരുന്നു കേട്ടാ, ജോലി പോയതാ, ഇതിന്റെ ബേസിക്കലി പോയതാ. എന്നും ലീവ് തരൂലല്ലോ, ഞങ്ങൾക്ക് ജോലി പോയാലും കുഴപ്പമില്ല. ജോലിനെക്കാളും കൂടുതൽ നമ്മ എൻജോയ്മെന്റിന് ഇതാണ്. കളിക്കാൻ പോയാൽ നല്ല രസമല്ലേ, ജോലി ചെയ്യുമ്പോൾ അവിടെ ഇരിക്കണം. കൊള്ളാം, അടിപൊളി. ശരിക്കും ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് അവിടെ തൊട്ട് സംസാരിച്ചു വരാം. എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങിയത്? ഫസ്റ്റ് ഇവരൊന്നും ഈ പറഞ്ഞ ബാലാമണി ഉണ്ടായിട്ടില്ല, ഋതിക ഉണ്ടായിട്ടില്ല, ഇവരൊന്നും ഉണ്ടായിട്ടില്ല. അവരിക്കുന്നവരൊന്നും നമ്മളെ കൂടെ ഉണ്ടായിട്ടില്ല. കുറച്ച് അമ്മമാരും ഞാനും കുറച്ച് വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി നമ്മളെ കുടുംബശ്രീയുടെ ഒരു ഭാഗമായിട്ട് പെരിഞ്ചന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് ഓണക്കളിയാണ് വെച്ചിരുന്നത്. ഓണക്കളി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. സ്കൂളിൽ വെച്ചതാണ്, പെരിഞ്ചനം ഗവൺമെന്റ് UP-യിൽ. അപ്പൊ നമ്മൾ കുടുംബശ്രീക്കാരും തൊഴിലുറപ്പിലെ ചേച്ചിമാരും പുറത്തുള്ള ആർക്കും, അതായത് കുട്ടികളുടെ വീട്ടിലുള്ള അമ്മമാർക്ക് ഇപ്പൊ സ്റ്റുഡൻസിനും ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്ന ഒരു വേദി, അമ്മമാരും യൂത്ത് ഐക്കണും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നൊരു ഇതായിട്ടാണ് വേദിയാണ് തന്നത്. അപ്പോൾ എന്നെ അതിലേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്ക് ഓണക്കളിയുമായി യാതൊരുവിധ ബന്ധം ഉണ്ടായിട്ടില്ല. അതും കൈകൊട്ടിക്കളിയും രണ്ടാണോ? ഓണക്കളി വേറെയാണ്. ജെൻസിന്റെ ഓണക്കളിയാണ് കൂടുതലും നമ്മള് കുറച്ചും കൂടി വിപുലമായി കണ്ടിട്ടുള്ളത്. ഒരു 10-45 ഒരു മണിക്കൂറും മേലൊക്കെ കളിക്കും. എന്താ എനിക്ക് നമുക്ക് നമ്മുടെ നാട്ടിലോട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല. തൃശ്ശൂർ ജില്ലയിലാണ് കൂടുതൽ ഓണക്കളി എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഡാൻസ് പാട്ട് പാടിയാണ് കളിക്കണത്. ചോട് വെക്കുന്നത് പാട്ട് പാടിയാണ്. അതിന് ആശാനുണ്ടാവും. അവരൊരു 1-2-3 മാസത്തെ ഒരു കഠിന പ്രയത്നം കൊണ്ട് ചോട് മാത്രം, അതായത് തൊണ്ടേന്ന് വരുന്ന ആ പാട്ടിന്റെ ഇതിലാണ് ഇത് ഓണ സമയത്ത് മാത്രം ഉണ്ടാവുള്ളൂ അത്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡിൽ നിന്ന് ഇപ്പൊ പാട്ടിന് കുറച്ച് വ്യത്യസ്തം വെച്ചു. ഞങ്ങൾ സ്ത്രീകൾ ഇതിൽ വന്നപ്പോ ഓണക്കളി ശരിക്കും പറഞ്ഞ മ്യൂസിക്കൽ ഇപ്പോ നമ്മൾ പ്ലേ ചെയ്ത് കളിക്കുന്ന രീതിയിലേക്ക് കാസറ്റ് ഒക്കെ പോലെ തന്നെ റെക്കോർഡിക്കലായപ്പോ ആ പാട്ടുകൾക്ക് കുറച്ച് ഓണക്കളിയുടെ ട്രെൻഡിങ് പാട്ടാക്കി മാറ്റി. അപ്പോൾ അതിലെടുത്തിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ അങ്ങനെ ക്ഷണിച്ചു. അന്ന് അവിടെ 10-12 ടീം ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. ഇത് വലിയ സംഭവല്ലേ, എനിക്കറിയില്ല. അതെ, 12 ടീം ഉണ്ടായിരുന്നു അന്ന് കളിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പോയി കളിച്ചു. അപ്പൊ കളിച്ചപ്പോ സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങളൊന്നുമല്ല, വെറും ശൂന്യമായിരുന്നു. അതിന് മുന്നേ ഡാൻസ് കളിക്കുമായിരുന്നു. ഞങ്ങളെ ഡാൻസ് കളിപ്പിച്ചായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വരെ ഡാൻസ് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുള്ള കുട്ടികൾക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടും കൊച്ച് ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെയും കളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ ഒരു ഇഷ്ടമായിരുന്നു. അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, അല്ല തുടർച്ചയായിട്ടല്ലെങ്കിലും പുറത്തൊന്നും പോയി കളിച്ചിട്ടില്ല. നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മള് രാജാവ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറച്ചൊക്കെ കളിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനോട് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാവരും അമ്മമാരും കൂടി എന്നെ കൂടി ചേർത്തിട്ട് പറഞ്ഞു നമുക്ക് കളിക്കാന്ന് പറഞ്ഞു. പഠിപ്പിക്കാൻ വന്ന ആള് ഈ അമ്മമാരുടെ സ്റ്റെപ്പൊക്കെ കുറച്ചും കൂടി മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ബാക്കിലേക്കോട്ടായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ വന്ന ആൾക്ക് ഓണക്കളിയുമായി നല്ല ബന്ധമുണ്ട്. നമുക്കാണെങ്കിൽ വലിയ പ്രശ്നം, നമ്മ വേറെ ഇതിലേക്കാണല്ലോ കളിക്കണത്. ക്ലാസിക്കലും വേറെ സിനിമാറ്റിക് ഡാൻസും ഒക്കെ കളിക്കുന്ന ഒരു ഇതിലേക്കുള്ളവർക്ക് പെട്ടെന്ന് അത് കേച്ചല്ല കേട്ടോ, ഉള്ള കാര്യം പറയണമല്ലോ. അപ്പൊ അവര് ഇവരെ ഇട്ടേച്ച് പോയി. ഇതാണ് ഉണ്ടായ സംഭവം. അപ്പൊ അയമ്മമാര് ഒരു നിസ്സഹായാവസ്ഥയിലെത്തി. അപ്പൊ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ എന്തായാലും അത് ഏറ്റെടുത്തില്ലേ ആ പരിപാടി. ഞാനത് ഏറ്റെടുത്തു. അതെ, ധൈര്യത്തിൽ അങ്ങോട്ട് തകർത്തു. പക്ഷെ സാധനം പെട്ടെന്ന് തന്നെ 2 പാട്ടിലാണ് കളിച്ചത്. ശ്രീരാമലക്ഷ്മണനും ചെമ്പകപ്പൂ എന്നുള്ളൊരു പാട്ട് പെട്ടെന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. ആ പാട്ടാണ് നമ്മൾ എടുത്തത്. സത്യം പറഞ്ഞത് നമ്മളെ വിജയിപ്പിച്ചു. നക്ഷത്രയ്ക്ക് ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല ആ വേദിയിലേക്ക് ചെല്ലുമ്പോൾ. ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പേര്. സെക്കൻഡാമത്തെ ഒരു വേദി കിട്ടിയപ്പോഴാണ് അവിടെ എല്ലാവരും പേരുമായാണ് വന്നത്. നക്ഷത്രയിലെ 10 പേരപ്പോ പേരില്ലാതെ നിൽക്കുന്നു. ആ സമയത്തിട്ട പേര് കൂടിയാണ് നക്ഷത്ര. അങ്ങനെ പേരിടാൻ കാര്യം? അത് സ്റ്റാറിനായിരുന്നു ആദ്യം ഇടാൻ വിചാരിച്ചത്. 10 സ്റ്റാർ 10 പേരിലുള്ളൂ.
ഒരു ഇംഗ്ലീഷ് വേർഡ് പോലെ ഇല്ലേ നമ്മുടെ നാട്ടിലുള്ള നാട്ടുമ്പുറത്തെ കാര്യത്തികളെ. അപ്പൊ നമ്മള് പറഞ്ഞു അത് വേണ്ട, അത് കേൾക്കുമ്പോ രസമില്ല, അതിങ്ങനെ വെറുതെ ഇങ്ങനെ മേലോട്ട് സ്റ്റാർ കുറച്ച് കഴിഞ്ഞ നക്ഷത്രമില്ലേ, നക്ഷത്രമായി തിളങ്ങട്ടെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും നമ്മളെ അമ്മമാരൊക്കെയാണല്ലോ, അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഭംഗിയിലുള്ള ഒരു ഇതാവട്ടെ നക്ഷത്ര എന്ന് പറഞ്ഞു. കുറച്ച് ഏജ്ഡായുള്ള അമ്മമാരൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കേറി. പിന്നെ നമ്മള് പൈസ ഒന്നും അപ്പൊ അത് ട്രെൻഡായി നിൽക്കുന്നോണ്ട് എവിടെ നിന്ന് കോള് വന്നാലും പോകാം, ആ ലെവലിലാണ് നിക്കണത്. അപ്പൊ പൈസ ഇല്ല, കളിക്കാൻ പൈസ ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ട്രാവലിംഗ് വരെ നമ്മൾ എടുത്തിട്ട് സന്തോഷത്തിന് ചെയ്തിട്ട് തിരിച്ചു. അപ്പൊ നമ്മള് ആ 12 ടീമിൽ നിന്ന് നമ്മള് കോള് വരാ എടുക്കാന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ 2 പാട്ടിൽ നിന്ന് 4 പാട്ടാക്കി, 5 പാട്ടാക്കി, അങ്ങനെ 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 നക്ഷത്ര അതെ വേദികൾ കിട്ടി. അപ്പൊ ഞങ്ങള് 500 രൂപയ്ക്കായാലും കളിക്കാൻ പോയിട്ടുണ്ട്. ഉണ്ട് സത്യം. നിങ്ങൾ ഇത്രയും പേർക്ക് 500 രൂപ കിട്ടിയിട്ട് അന്ന് പൈസ ഇല്ലല്ലോ, പൈസക്ക് വേണ്ടിയല്ല, നമ്മളൊരു വേദി കിട്ടാൻ വേണ്ടി 500 രൂപ ഒക്കെ തരുള്ളൂ. ചില സമയത്തൊന്നും അതും ഇല്ല, പച്ചവെള്ളം മാത്രം തന്നിട്ട് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കളിസ്ഥലത്ത് നിന്ന്. അപ്പൊ തുടക്കവരെയൊക്കെ കൊണ്ടുവന്ന് വന്നു. പിന്നെ ഞാൻ വന്നു എന്നറിഞ്ഞപ്പോ ഡാൻസിന്റെ കുറച്ചും കൂടി ഇതുള്ള ഒരാളല്ലോ. അപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ട്രെൻഡായി. രഞ്ജു വന്നല്ലോ, രഞ്ജു ആണല്ലോ പഠിപ്പിക്കുക, എന്നെ എങ്ങനെ വിളിക്കാറില്ല, ആരും അങ്ങനെ ചേച്ചിന്നൊന്നും വിളിക്കാറില്ല, രഞ്ജു ആണല്ലോ പഠിപ്പിക്കണെന്ന് പറഞ്ഞപ്പോ നമ്മള് പിള്ളേരൊക്കെ ഇറങ്ങി എല്ലാരും സെറ്റായി. അപ്പൊ കുറച്ച് നാളെ ഒരു 1.5 വർഷത്തോളം അമ്മമാരൊക്കെ ആയിട്ട് ഞാൻ ഇത് തന്നെ കൊണ്ടുവരുന്ന, അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ എല്ലാ വേദികളിലും അവരെയും കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾക്കൊരു കോമ്പറ്റീഷൻ പോലെ ഇപ്പൊ അത് വന്ന അവസരത്തിനേക്കാളും കോമ്പറ്റീഷനായി മാറിയപ്പോ ഇതുമായി കുറെ ടീമുകൾ വന്നു. പിന്നെ അപ്പൊ നമുക്ക് ഷോക്കിൽ ചെല്ലുമ്പോ കാണാം അവിടെ 1-2 ടീമുകൾ നമ്മളെ കൂടെ കളിക്കാനുണ്ടാവും. അപ്പൊ ശരിക്കും കോമ്പറ്റീഷനായി ഇപ്പൊ എന്ത് ചെയ്തു, വാശിയായി. പിന്നെ നമ്മളെ പാട്ടുകൾക്ക് മാറ്റം വരുത്തണം, ചോടുകൾക്ക് മാറ്റം വരുത്തണം. അതുകൊണ്ട് മാത്രം അമ്മമാരെ നമ്മൾ പതിയെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ശാരീരികം കൊണ്ട് ഇനി എന്തായാലും ബുദ്ധിമുട്ടാണ്, നമ്മൾ സ്പീഡ് വെർഷൻ എടുക്കുമ്പോൾ അവർക്ക് ഓടിയെത്താൻ പറ്റില്ല. പിന്നെ അപകടങ്ങൾ ഓടുമ്പോൾ കളിക്കാട്ടിൽ 3 മണിക്കൂർ അവരെ കൊണ്ട് എന്തായാലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തോ, ഞങ്ങളൊന്ന് ഡാൻസ് ഒന്ന് ഫാസ്റ്റ് ആക്കട്ടെ, പിടിക്കണ്ട ഇവിടെ. അങ്ങനെ അമ്മമാരോട് സന്തോഷത്തിന്റെ രീതിയിലൊക്കെ അവരെ മനസ്സിലാക്കി നമ്മ പിള്ളേരെ കുറച്ചും കൂടി നല്ല ഫാസ്റ്റ് പിള്ളേരെടുത്തു. സാധനം ക്ലിക്കായി. ഫസ്റ്റ് വൈറൽ വീഡിയോ ഏതാ? ഫസ്റ്റ് വൈറൽ കണ്ടു. അത് എവിടെ കളിച്ചതിന്റെയാ വന്നതപ്പോ? അത് ഇതുപോലെ വെറും കളിയൊന്നും 2000 രൂപ തരാന്ന് പറഞ്ഞ് വിളിച്ചതാ. നിങ്ങൾ 22 പേര് 2000 രൂപയ്ക്ക്? 22 പേരില്ല, 16 പേര്. അപ്പൊ ട്രാവലിന്റെ പൈസ മാത്രം. അവിടെ നിന്ന് പറഞ്ഞു ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, അമ്പലത്തിലെ കഞ്ഞിയും പുഴുക്കൊക്കെ ആയിരിക്കും, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പെട്ടെന്നാണ് കോള് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ, 1-2 ഉള്ളൂ, പൂ പോലും ഇല്ല, എന്നാലും വാങ്ങിച്ചു പോവാ എന്ന് പറഞ്ഞു. ചെന്ന് കളിച്ചു. അപ്പൊ നമ്മളൊരിക്കലും എന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞേ പിള്ളേരെടുത്തു, പിള്ളേരാണല്ലോ തയ്ക്കൺ ട്രെൻഡ് ആയിട്ടല്ലേ വരുള്ളൂ. അപ്പൊ അതിനിടയിൽ എവിടെയോ ഒരു ക്യാമറ വിഷൻ മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ കൂടെയാണ് ആദ്യം ഫേസ്ബുക്ക് അത് കൊണ്ടുവന്നതെങ്കിലും, പക്ഷെ ക്ലിക്കായത് വേറെ വേദി ചെന്നപ്പോ നമുക്ക് വേറെ വേദിയിലുള്ള ചാനലാണ് നമ്മളത് ക്ലിക്കാക്കി കൊണ്ടുവന്നത്. അപ്പൊ ഇതുപോലെ ഞാൻ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും വീഡിയോ ഇട്ടു. അപ്പൊ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ എഴുന്നേറ്റപ്പോ മില്യൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാരും വിളിക്കണത്. ഞാൻ അത്ര സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. അപ്പൊ എല്ലാരും പറഞ്ഞു രഞ്ജുവിന്റെ വീഡിയോ മില്യൻ അടിച്ചല്ലോ. മില്യൻ എന്നൊക്കെ കേൾക്കുമ്പോ അതന്ന് ഭയങ്കര സംഭവമാ, നമുക്കില്ല. മില്യൻ കേൾക്കുമ്പോ ഭയങ്കര സംഭവമാണ്. എന്താണ് മില്യൻ എന്നൊക്കെ കേട്ടിട്ട് സോഷ്യൽ മീഡിയയുമായി ഒത്തിരി ബന്ധമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിളിച്ചിട്ട് എന്നെ പറയാം രഞ്ജുവിന്റെ വീഡിയോ മില്യൻ അടിച്ചു, കണ്ടുവോ ശ്രീദേവന് മില്യൻ അടിച്ചു. അപ്പൊ ഞാൻ മില്യൻ അടിച്ചു എന്നാ ഒക്കെ പറഞ്ഞപ്പോ ഇത് തുറന്നപ്പോ 1 മില്യൺ കഴിഞ്ഞു. അപ്പൊ അത് സംഭവം. എന്നിട്ട് പിറ്റേ ദിവസം പ്രോഗ്രാം ഉണ്ട്, ഇവളുടെ വീടിന്റെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ട്, വേറെ ടീമും കൂടി ഉണ്ട്. അവിടെ വേറെ ആൾക്കാർ വന്നു. ആള് മാഷായിരുന്നു, സ്കൂളിലത്തെ മാഷായിരുന്നു. അജിത്ത് എന്ന് സാറിന്റെ പേര്, സാറിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? കലാഗ്രാമം. ആള് വീഡിയോസ് ഇട്ട് പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 3 മില്യൺ മനസ്സിലായി തുടങ്ങി. നമ്മള് കേറി വരികയാണ്. കണ്ടു. ശ്രീദേവൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ നടക്കയിലാണ് കളിച്ചത്. നെടിയതളി എന്ന് പറഞ്ഞ ഒരു കൊടുങ്ങല്ലൂർ അമ്പലത്തില് ശിവഭഗവാന്റെ നടക്കയിലാണ് കളിച്ചത്. അപ്പോ ശരിക്കും പറഞ്ഞ ഭഗവാൻ കണ്ണു തുറന്നതാ. ഒരു പാട്ടിലൂടെയാണെങ്കിലും എന്നെ എന്റെ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ഭഗവാൻ എന്നിലൂടെ തുറന്നു എന്നേ ഞാൻ പറയുള്ളൂ. അതിന് ഒത്തിരി നന്ദി. ഇപ്പോഴും ഉണ്ട്, കരയാറുണ്ട്. കാരണം ആ വിളിയാണ് കേട്ടത്. ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടില്ലേ?
നമ്മൾ 2000 രൂപയ്ക്ക് പോയെടുത്ത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ബുക്കിംഗ് ഡേറ്റ് ഉണ്ടാവില്ലല്ലേ. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് തന്നെ ഇല്ലല്ലോ, കാരണം ഇന്റർവ്യൂവിന് ഞാൻ വിളിച്ചിട്ട് പോലും ഡേറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കായിരുന്നു. ഒരെണ്ണം ഫിക്സ് ചെയ്യും, അത് കഴിയുമ്പോൾ തലേ ദിവസം ആകുമ്പോൾ അത് ഇന്ന് നാളെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, ഇത് അടുത്ത ദിവസത്തിൽ മാറ്റുമോ, അങ്ങനെ മാറി മാറിയാ വന്നേ. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടും ഒക്കെ കൂടെ ഓടിയിട്ട് ജില്ലകൾ മാറി മാറി എല്ലാ ജില്ലയിലും ചെയ്തിട്ടുണ്ടാവുമോ? തിരുവനന്തപുരം 14 ജില്ലകളിൽ ഇപ്പൊ ഒരു 3 ജില്ല മാത്രമേ നമ്മൾ പോവാത്തുള്ളൂ. വയനാട്, കാസർഗോഡ്. ഓ, അപ്പൊ എന്തായാലും ഇത് ഇന്റർവ്യൂ കാണുന്ന ഈ 3 ജില്ലയിൽപ്പെട്ടവരും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജില്ലകളിലുള്ളൂ വിളിക്കാനിട്ടല്ല, പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ല. അവര് വിളിക്കുന്ന ഡേറ്റിന് നമ്മൾക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വിളിക്കാതല്ല, ഈ ജില്ല എല്ലായിടത്തും നമ്മളെ വിളിച്ചു. സ്കോൾ എടുത്ത് കഴിയുമ്പോ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു അവസരം വരുമ്പോ കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട് നമുക്കിപ്പോ. കഴിഞ്ഞ മന്ത് ഫുള്ളും. അയ്യോ, അടിപൊളി. അപ്പൊ നിങ്ങൾ പഠിക്കുമല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ബാലാമണി 9ാം ക്ലാസ്. ബാലാമണി നമ്മളേക്ക് വരുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പൊ പിന്നെ വലുതായില്ല, വന്നു. അപ്പൊ നമ്മളവള് വരുന്ന സമയത്ത് അവൾക്ക് കൈകൊട്ടിക്കളി എന്താന്ന് അറിയില്ല, ഡാൻസ് എന്തെന്ന് അറിയില്ല, ചോട് എന്തെന്ന് അറിയില്ല. അവിടെ നമ്മൾ ഇത്രക്കാക്കി ബാലനെ മേക്ക് ഓവർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ബാലാമണിക്ക് ഇത്ര സ്റ്റാറാണ്, ഫാൻസ് ആണ്. ഇപ്പൊ 10ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ, ക്ലാസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് അല്ലാതെ ബാലാമണില്ലേ. ഓ, അങ്ങനെ ചോദിക്കും ആൾക്കാര്. എനിക്ക് പുറത്ത് അങ്ങ് ആൾക്കാര് തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. അങ്ങനല്ല, ഇങ്ങനെ കൂട്ടുകാരനോട് പറയാണ്. അത് ഞാനിങ്ങനെ ഇവരിങ്ങനെ എന്നെ കൊണ്ട് ഞാനായിട്ട് നിൽക്കണ് കൊടുങ്ങല്ലൂര്. അപ്പൊ ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്. അപ്പൊ ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു വന്യെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണ്. അപ്പൊ കുറച്ച് ചേട്ടന്മാര് നടന്നു തന്നെയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കണ്, ഒരു വണ്ടി വീട്ടിൽ നിൽക്കണ്. അപ്പൊ കുറച്ച് ചേട്ടന്മാര് സൈഡിൽ കൂടെ നടന്നു. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അത് അതിന്റെ കൂട്ടുകാരനോട് പറയണു, ഇതെടുത്താലും മറ്റേ കുച്ചി അവൻ ഞാൻ പിന്നെ നമ്മങ്ങനെ ഇപ്പൊ എല്ലാവരും അറിയൊരു വിധം ആരും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വന്നവരായിരുന്നു, പുതിയ കുട്ടികളായിരുന്നാലും ഒരുവിധം എല്ലാവരെയും നല്ല രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. നല്ല കഴിവുണ്ട് അവർക്ക്. അതിനനുസരിച്ച് ജനങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അവർ നോക്കിയാലുള്ളത് പോലെ തന്നെ കാണാനും പറ്റും. അത് നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ കാരണം ഓരോ കുഞ്ഞുങ്ങളും ഇപ്പോഴേ അവര് തിരിച്ചറിയാം, അല്ലെങ്കിൽ അവർക്ക് ഒരു കഴിവുണ്ടെന്ന് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. പിന്നെ ഇങ്ങേറ്റത്തിരിക്കുന്ന ആള് അധികം മിണ്ടുന്നില്ല അല്ലേ? എന്താ മിണ്ടാത്ത ആളാണോ? നന്നായിട്ട് മിണ്ടുന്ന ആളാണ്. കോളേജിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെയാ ആൾക്കാരുടെ ഒക്കെ കുട്ടികളുടെ ഒക്കെ? ഫസ്റ്റ് തുടങ്ങിയപ്പോ ഫസ്റ്റ് ഇയർ ആണോ ഇപ്പോ? ഞാൻ ആദ്യം പഠിച്ചിട്ട് പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ദിവസം ചെന്നപ്പോഴേ ചോദിച്ചു. അപ്പൊ അതിന്റെ സിസ്റ്റർ വേറൊരു കൈവെട്ടിക്കളിയിലുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്. സന്തോഷമായി. ക്ലാസ്സിലൊരു സെലിബ്രിറ്റി ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഇങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുക ഇത് ഭയങ്കര പാവല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും വേണ്ടിയിരിക്കുന്നത് വെറുതെ വീഴ്ത്തണ എല്ലാരും വെറുതെ ഞങ്ങളെ കൊണ്ട് വലിയടത്ത കൊടുത്തിട്ട് പിന്നെ ഇപ്പൊ അല്ലേ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനല്ലോ എല്ലാവർക്കും പറ്റും. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇപ്പൊ തന്നെ ഭയങ്കര ബാലാമണിയുടെ ക്ലാസ്സിൽ എങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണോ പോകുന്നതിന്? ഇപ്പൊ കൊറേ ഞാൻ പറയാം, ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. എക്സാം ഒക്കെ എടുക്കുമ്പോ ഒരു കളിച്ച് നടന്നോ ഇങ്ങനെ പഠിക്കണ്ട പറയും. ഇപ്പൊ പക്ഷെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത്തിരി നേരത്തെ അമ്മ ആരെങ്കിലും വിളിക്കും, ടീച്ചറെ വിളിക്കും. എന്നിട്ട് പറയും, ടീച്ചറെ അവൾക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു സ്ഥലം വരുമ്പോ കുണ്ടക്കോട്ടെ എന്നൊക്കെ പറയും. അപ്പൊ പറയും വന്ന് കുണ്ടക്കോന്നു. പിറ്റേ ദിവസം വീഡിയോ വരും. അപ്പൊ അവർക്ക് മനസ്സിലാവൂലേ ഇതാണ് കാരണം. അപ്പൊ പറയും ഇന്നലെ കളിക്കാം. ടീച്ചർ പിറ്റേ ദിവസം ക്ലാസ് ഇന്നലെ കളിക്കാൻ പോ അല്ലേ, ഞാൻ കണ്ട് നോണ പറഞ്ഞു പൊക്കോ പഠിക്കണ്ട. പഠിക്കാൻ എങ്ങനെയാ? പഠിക്കാൻ അങ്ങനെ പഠിക്കും, പഠിക്കാനൊക്കെ പഠിക്കുക. അപ്പൊ പിന്നെ ടീച്ചർ സമ്മതിക്കൂ വളരട്ടെ. അവർക്ക് എന്നാല് എനിക്ക് രണ്ടും കൂടെ കൊണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള ടെൻഷൻ ആയിട്ട്. പക്ഷെ നമുക്ക് കഴിവുണ്ടല്ലോ അല്ലേ, നമ്മൾ കഴിവ് കൊണ്ടെടുക്കും. ഈ ഇന്റർവ്യൂ ഈ ക്ലിപ്പിൽ ഇത് അത് മാത്രം എടുത്ത് നിങ്ങൾ വെക്കണം. എന്നിട്ട് റിസൾട്ട് വരുമ്പോ രണ്ടും കൂടെ കൊടുക്കണം.
കിട്ടും, നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മൈലേജ് ഇരട്ടി. ആലോചിച്ച് നോക്കിയേ, പഠിത്തം ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് 10 A+ ആക്കി. ചിന്തിക്കുവാണ് പറ്റുമോന്ന് ചിന്തിക്കുക. ഈ ഇന്റർവ്യൂ വരുമ്പോഴും മിസ് ചോദിക്കട്ടെ, ചേച്ചിയുടെ ഫാമിലി, ചേച്ചി മാരീഡ് ആണോ? അതെ. ചേച്ചിയുടെ ഫാമിലിയിലൊക്കെ എങ്ങനെയാ? സപ്പോർട്ടിങ് ആണ് ഫുള്ള് ഓൾ പവർ. 2 ഉണ്ണികളുണ്ട് എനിക്ക്, 2 കുട്ടികളുണ്ട്. കുട്ടികളുണ്ടോ? കണ്ട പറയില്ല കേട്ടോ. കൊള്ളാലോ. 4 വയസ്സായ 4 നമ്മുടെ ടീമില് കൊച്ചു കളിക്കുന്നുണ്ട്, രണ്ടുപേരുണ്ട്. ചെറുത് മുരുകനായിട്ട് കളിക്കുന്ന മോളാണ്, പിന്നെ അയ്യപ്പ സ്വാമിയായിട്ട് നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവരും ഫുള്ള് കലാകാരന്മാരെ. എനിക്ക് പുറത്തോട്ടൊരാളെ വിളിക്കേണ്ടത്, എല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അതിലൊരു പ്രത്യേകത എന്താണെന്നറിയോ മാം, ചില പുറത്തുനിന്ന് ആളുകൾ നമ്മൾ കുറച്ച് ദൂരം വിട്ടു പോയി കഴിഞ്ഞാല് പ്രോഗ്രാമിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് അധികം ദൂരത്തുനിന്ന് കൊച്ചുങ്ങൾ എടുക്കാത്തത്. ഇത് കണ്ടിന്യൂസ് പ്രോഗ്രാം വരുമ്പോ നമ്മൾക്ക് ഒരു ലോങ് പോകുമ്പോ ഒരു 3 മണിക്കെങ്കിലും നമ്മൾ അവിടെ നിന്ന് പോകണം, 4 മണിക്കെങ്കിലും. അത് എത്തിപ്പെടാൻ പാടാ. പിന്നെ കൊണ്ട് കളി കഴിഞ്ഞ് വരുമ്പോ അവരെ നമ്മൾ ഇറക്കി അവരെ പേരൻസിന് എടുത്തോണ്ട് പോകാനും ബുദ്ധിമുട്ടാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളവരാകുമ്പോ അമ്മമാരെ കൂടെ വരിക. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ, പുറത്ത് ഒത്തിരി ദൂരത്തുനിന്ന് വരുമ്പോ അവരും അവരുടെ പേരൻസും കുട്ടിയും ഒക്കെ കൂടി നമ്മൾ വരണം. അതൊരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം വരുള്ളവര്. പിന്നെ സ്ഥിരമാകുമ്പോ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. നമ്മളിലുള്ള കുട്ടികൾക്ക് അതിനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങള് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ പ്രോഗ്രാം ബുക്കിംഗ് ഒക്കെ ആരാ നോക്കുന്നത്? എല്ലാം ചേച്ചിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, കൊള്ളാലോ. ഇതെല്ലാം കൂടെ ചെയ്യട്ടെ. ബുക്കിംഗ് കോള് വരുന്നതും എല്ലാം ചേച്ചി തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പോകുന്ന നിങ്ങളുടെ ട്രാവലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? ട്രാവൽ ഇപ്പോ നമ്മള് ട്രാവലറിനാണ് പോണത്. അവരായിട്ട് എഗ്രിമെന്റ് കരാറ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങക്ക് പ്രാക്ടീസ് അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് സീസൺ ടൈമിൽ ഇപ്പൊ കളി ബുക്ക് ആകുമ്പോ ഇപ്പൊ 3 മന്ത് എന്തായാലും കളി ഉണ്ടാവും. ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മന്ത് എന്തായാലും കളി ഓക്കെയാണ്. അപ്പൊ നമ്മൾ ആ സീസൺ ഓഫ് വരുന്ന ഒരു ദിവസങ്ങൾ ഉണ്ടാവും, 10 ദിവസം 5 ദിവസം ഇതിക്ക് മുൻപ്. അപ്പൊ ഞങ്ങള് പാട്ടുകളൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് ഇന്ന പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോ ഇവരെല്ലാവർക്കും ഞാൻ മെസ്സേജ് അയക്കും. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര മണിക്ക് 7:30 എല്ലാവരും പ്രാക്ടീസിന് വരിക. 10:30 ചിലപ്പോൾ 11 കാക്കിയെടുത്ത് ആ ഒരു പാട്ട് എടുക്കാന്ന് വെച്ചത് അടിച്ച് പഠിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെയുണ്ട്. ഫുള്ള് സ്റ്റെപ്പ് ചേച്ചിയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു പാട്ട് ഫുള്ളും സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞു. ഒറ്റയ്ക്കാ സ്റ്റെപ്പ് ഫുള്ള് ഇടുന്നേ. ഇങ്ങനെ ഇവരുടെ സജഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇവരുടെ ഒപ്പീനിയനും നമ്മൾ എടുക്കും. എല്ലാതും നമ്മൾ ചെയ്യുമെങ്കിലും കുട്ടികൾക്ക് കുട്ടികളുടേതായ കഴിവുകളില്ലേ. അപ്പൊ ഇവര് പറയും, ചേച്ചി അത് നമുക്ക് ഇതിട്ടാലോ എന്ന് ചോദിക്കും. പാടി കൊള്ളാന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഓക്കെയാണ്, കംഫർട്ട് ആണെങ്കിൽ നമ്മൾ അത് അവർക്കും കൂടി ഒരു അവസരം കൊടുത്ത് ചെയ്യും. പാട്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെ? അത് ആരുടെ ഐഡിയ ആണ്? ഫുൾ പാട്ട് സെലക്ട് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിക്കണം. കൊറേ കേട്ട് സ്റ്റെപ്പ് വരുള്ളൂ. ഇവര് വല്ലയിടത്തും ഇതുപോലെ വല്ല കളിസ്ഥലത്തോ വല്ല ഇതൊക്കെ കണ്ടോണ്ടിരിക്കും, പാട്ട് വരുമ്പോ ഇവര് എനിക്ക് ഷെയർ ചെയ്തിട്ട് ചോദിക്കും, ചേച്ചി ഈ പാട്ട് കേട്ട് നോക്കുന്നു പറയും. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട്, ആ പാട്ട് ചിലപ്പോ ഒരു പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കൂല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ പറഞ്ഞാല് ഇതൊരു പാട്ട് വിട്ടിട്ടുണ്ട്, ഞാൻ അപ്പൊ എടുത്തൊന്നും നോക്കൊന്നുമില്ല. എനിക്ക് എന്റേതായ ഒരു ഇഷ്ടം വരുമല്ലോ, പാട്ട് പാടി കളിക്കാനും ചോടിടാനും എനിക്കൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അപ്പൊ തുറന്നു നോക്കൂ പാട്ട് നല്ലതാണോ. പക്ഷെ മേ ബി ഒരു വട്ടം കേട്ടാലൊന്നും തൃപ്തിയാവില്ല. അതില്ല, അത് ഇവര് പറയും, എന്ത് ചേച്ചി ഇഷ്ടപ്പെട്ടില്ലേ, വെയിറ്റ് ചെയ്ത് പറയും. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ 1-2 പാട്ടൊക്കെ എടുത്ത് കഴിയുമ്പോ വേറെ ടീമൊക്കെ അത് എടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. അത് വേണ്ട, അവരെടുത്ത് അത് ക്ലിക്ക് ആയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വെറൈറ്റി ചിന്തിച്ച് പോയാൽ മതി. വെറൈറ്റി പാട്ട്, വെറൈറ്റി സ്റ്റെപ്പ്, വെറൈറ്റി എടുപ്പൊന്നെ പോയാൽ മതി. മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി നമുക്ക് ഒരു സാധനം എടുക്കണ്ട. നക്ഷത്രയ്ക്ക് ഒരു ചോട് പോലും മറ്റൊരു ടീമിൻ്റെതോ മറ്റൊരാൾക്കത് വേണ്ട, മോശമായിക്കോട്ടെ, നമുക്ക് നമ്മളത് മതി. ഈ പറയുന്ന 3 മാസം എത്ര പാട്ടുകൾ നിങ്ങൾ ചെയ്യുമായിരിക്കും ഒരു പ്രോഗ്രാമിന്? ഞാനൊരു 247 പാട്ട് ശരിക്കും കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ 4 വർഷമായി. 247 പാട്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ഉറക്കത്തിലും കളിക്കുന്ന രീതിയായിരിക്കും കളിച്ച്. എന്റെ അമ്മ, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പ്രോഗ്രാം കഴിഞ്ഞാലും ഓരോരുത്തർ വന്നിട്ട് എന്തോ ഉണ്ടല്ലോ, കണ്ടു അതൊരു ഞങ്ങളെ ഫേവറേറ്റ്, ഞങ്ങളെ
ജീവനാടി അതന്നെ കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ഇരുന്നോടത്ത് നിങ്ങളുടെ എണ്ണീക്കും ഭയങ്കര ഇതാവും. അത് ചിലർക്ക് അത് കാണാൻ വേണ്ടി മാത്രം അത് കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. കണ്ടാ എണീറ്റ് എനിക്കൊന്ന് കാണിച്ചു തരുമോ ലൈവായിട്ട്? അതല്ല, പേരൊക്കെ മാറ്റി രഞ്ജിതാന്നല്ല ജാനകി. എനിക്കറിയാം. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പാട്ടൊന്ന് കണ്ടേ എങ്ങനെ നിങ്ങൾ പാടി കളിക്കോ, പാട്ട് വെച്ച് തരണോ, എങ്ങനെ ചെയ്യട്ടെ? നമ്മള് നല്ലൊരു സിംഗർ ഉണ്ട് ശ്രീഷ പാടിക്കോളൂ. എത്ര എത്ര കാതം കര കാണാതലയും ചെറുഹിന്ദോളം ചൈത്രമാസമകലെ പൊന്നന്തരി മീതേ നീരോടെ ജാനകി തരംഗണി അന്തിപ്പൂവിരിഞ്ഞ അന്തിയിലേകാകിനി കണ്ടോ ശ്രീദേവനേ സ്വർണ്ണത്താമര പോൽ നിറമുള്ള ദേവദേവനേ. വീഡിയോയിൽ കണ്ടത് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ഞാനിങ്ങനെ ചേച്ചി ഇത് എന്താ ശരിക്കും നമ്മൾ ആ പാട്ടുമായി വരിയായിട്ടൊന്ന് ബന്ധമല്ലാത്തൊരു സ്റ്റെപ്പാണല്ലോ, അതെന്താ അങ്ങനെ ചേച്ചി ഇടാൻ കാര്യം? അത് ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്ന സമയത്തേ ഈ പാട്ട് കണ്ടുപോകുന്നുള്ള പാട്ട് ഒരു പ്രോഗ്രാമിന് പോയപ്പോ കേട്ടതാ. നമ്മൾ അമ്പലത്തിലായിരുന്നു ആ പ്രോഗ്രാം, വേറൊരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ആ പാട്ടിന്ന് കേട്ടപ്പോ ഇവരൊക്കെ കളിക്കാണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ആ പിള്ളേര് കളിക്കുകയാണ്. അപ്പൊ ഞാൻ അടുത്ത് ചെന്നിരുന്ന് വെറുതെ നമ്മളിങ്ങനെ പാട്ട് കേൾക്കുമല്ലോ, ഈ പാട്ട് കൊള്ളാലോ എന്ന് വിചാരിച്ചു. അല്ല ജോലി ടൈമിൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ ഹെഡ്സെറ്റ് ചുവട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടു ശ്രീദേവനുള്ള പാട്ട് ഇങ്ങനെ കേട്ട് 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 ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോ മനസ്സിന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ആഴത്തിലേക്ക് ഇങ്ങനെ അത് പതിഞ്ഞു ആ പാട്ട്. ഫസ്റ്റ് ടൈം ഈ സ്റ്റെപ്പ് ഇട്ടപ്പോഴല്ല ഇവരെല്ലാരും എന്നോട് ചേച്ചി ഞങ്ങളെ കൊണ്ട് നടക്കില്ല, ഞങ്ങളെ കൊണ്ട് ഇപ്പോഴും നടന്നിട്ടില്ല. വേറെ വേറെ അങ്ങനെ കമന്റ് വരുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം, ഞങ്ങൾക്ക് അതുകൊണ്ടാണ് എല്ലാവരും നമ്മളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ആശാൻ വേറെയാണ് കളിക്കണത്, പിള്ളേര് വേറെയാണ് കളിക്കണത്. പക്ഷെ മേ ബി ഞാൻ അങ്ങനെ അറിഞ്ഞ് ചെയ്യണതല്ല. അത് സ്റ്റെപ്പ് ഇടുമ്പോ നമ്മുടെ ആ പാട്ടാണ് ഹൃദയത്തിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സാണ് കളിക്കണത്. അല്ലാണ്ട് ഇവരാരെയും തോൽപ്പിക്കാനോ ഇവര് വേറെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എത്താതിരിക്കാൻ വേണ്ടി ചെയ്യണതല്ല. എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ആ പാട്ടും ഡാൻസും ഒക്കെ കളിക്കണത്. എന്റെ കുഞ്ഞിലത്തെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹങ്ങളാണ് ഇപ്പോ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് കളിക്കുന്നത്. ഇവർക്കൊക്കെ ഇനിയും ദൈവം വേറൊരു അവസരങ്ങൾ കൊടുക്കുമായിരിക്കും. എന്റെ അവസരങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ആ കിട്ടിയ അവസരം ഞാൻ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു പണ്ട്, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ആ പാട്ടിന് ഞാൻ അത്ര ആസ്വദിച്ചാണ് കളിച്ചത്. ആ സ്റ്റെപ്പ് കറക്റ്റ് ഇങ്ങനെയാണ്. ഇവര് കളിക്കുമ്പോ അത് വേറെ ആയി മാറുന്നത് എന്റെ കുഴപ്പമില്ല. ഓക്കെ ശരി. ഇനി എനിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കണം. ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അല്ലാതെ എത്ര രൂപയാണ് മേത്തത് കുത്തിയും മാലയിട്ടൊക്കെ കിട്ടുന്നത്? എനിക്ക് ഫുള്ള് കണക്ക് ഇപ്പൊ എനിക്കിവിടെ കിട്ടണം. സത്യം പറഞ്ഞാലേ ആ പൈസയുടെ കാര്യത്തിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അല്ല നാശാനാണല്ലോ മേടിച്ചുകൊണ്ട് പോണേന്ന്. എന്നുവെച്ചാൽ ഇവരുടെ കിട്ടുന്ന കാശടക്കം ഞാനാണത് മേടിക്കണേന്നുള്ളത് ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടമായി. ഇപ്പോഴെങ്കിലും ജനങ്ങൾ അറിയണം. അതക്തമായ ഒരു സത്യം നിങ്ങൾ അറിയണം എല്ലാവരും. കാരണം ഇവിടെ ഇത്രയും കുട്ടികൾ വന്നിട്ടുണ്ട്, ഇത്രയും നാളുകളായി ഇവരുടെ കയ്യിൽ നിന്ന് ആ പൈസയുടെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല. എല്ലാവർക്കും ദൈവം കൊടുത്ത അവസരങ്ങളാണ്, വേദികളാണ്. അവരിഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ വരുന്നത്. എന്ത് സമ്മാനം കൊടുത്താലും, പൈസ മാത്രമല്ല കേട്ടാ, അവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും എന്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ പറയുള്ളൂ, വാങ്ങിച്ചോ കൊണ്ടുപോയിക്കോ. ഇവരെനിക്കൊന്നും തരണ്ടാന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. തന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അത്ര കഷ്ടപ്പാടിന്നും ബുദ്ധിമുട്ടിന്നുമാണ് ഓരോ കൊച്ചുങ്ങളും നമ്മളടുത്ത് എത്തിയിട്ടുള്ളത്. അവരുടെ അമ്മമാരുടെ ഹൃദയം സന്തോഷിക്കണം, അത്രേ ഉള്ളൂ. അതിലൊക്കെ ഉപരി പഠിപ്പിക്കുന്ന ആൾക്കൊരു അഭിമാനമല്ലേ, നമ്മള് പഠിപ്പിച്ചൊരു കുട്ടി കളിച്ചിട്ട് അവർക്കൊരു അംഗീകാരം കിട്ടുന്നു. അതാണ് ഞാൻ എന്റെ വേദിയിൽ നിൽക്കുമ്പോ അവർക്ക് അത് കൊടുക്കുമ്പോ എനിക്ക് ഭയങ്കര കാണുമ്പോ നമുക്കൊരു എനർജി അല്ലേ. അപ്പൊ നമ്മൾ തമാശക്കെങ്കിലും ഇവിടെ പറയും, ഇന്ന് മീനുമാണ് സ്റ്റാർ, ഇന്ന് ആദിത്യന്റെ സ്റ്റാർ, ഇന്ന് ഋതുവായിരുന്നു സ്റ്റാർ, ഇന്ന് ബാലയായിരുന്നു, ഇന്ന് ബാല. അങ്ങനെ നമ്മള് ചെറിയ തമാശക്ക് കളിക്കും. വിളവക ചെലവുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഒരാളെടുത്തുനിന്ന് ഇത്രയും വർഷത്തിലുള്ള ഒരു 50 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ചേച്ചിക്ക് എത്ര രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടാവും? അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കഴിഞ്ഞിട്ട് ഇത്ര പൈസ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയോ? കാര്യം ഇപ്പൊ റിയാലിറ്റി ഇപ്പൊ രജിസ്ട്രേഷനോട് ചോദിച്ചാൽ അറിയാം, ആ പൈസ പോലും രഞ്ജി ഉണ്ടാറില്ല.
നൈറ്റ് ആവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോല. ശീഷടൊക്കെ കയ്യിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. എത്ര രൂപയായിരുന്നത് പോലും എനിക്കറിയില്ല. പിന്നില് കുത്തിയത് 2000 രൂപ നമുക്ക് ഈ 2000 രൂപയാണ് ആദ്യം ഒരു പ്രോഗ്രാമിന് കിട്ടിയത്. ഇതിപ്പോ അവിടെ ഇതിപ്പോ ആശന്റെ ജാനകി ഫാൻസ് ആണ് കൊണ്ട് ഞാൻ എന്തൊക്കെ രീതിയിലാ പൈസ കൊണ്ട് കിരീടം, പൈസ കൊണ്ട് മല. നമ്മളിവിടെ പല ആൾക്കാരും ഭയങ്കര ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊന്നും നോട്ട് കൊണ്ടിട്ടുള്ള കിരീടവും മാലയില്ല. അത് ജാനകിക്ക് എത്ര രൂപയല്ലേ അത് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തല്ലേ കൊണ്ടു തരുന്നത്. വീഡിയോ കണ്ടിട്ടേ ജാനകിക്ക് ഇങ്ങനെ വെക്കണേ ഈ പാട്ടിൽ അറിഞ്ഞിട്ട് കമ്മിറ്റിക്കാര് മേടിച്ച് വെക്കണതാ. അല്ലാണ്ട് ഞങ്ങൾ കൊണ്ടുപോകണ്ട കമ്മിറ്റിക്കാർ ഞങ്ങൾ എടുത്ത് അടിക്കണോട്ടെ ജാനകി രഞ്ജുവോ ഇത് ഇങ്ങനെ അടിക്കണോട്ടെ ജാനകി ആ സാധനം അതടിക്കണേ. പിന്നെ വേറെ സംഭവം ഇപ്പൊ അത് കളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഓടിച്ച് കമ്മിറ്റിക്കാരൊക്കെ നിക്കാണ്. അതെ, പാട്ട് തുടങ്ങുമ്പോഴേ കൊള്ളാം. ഇനി അടുത്ത നിങ്ങളുടെ ട്രെൻഡിങ് ഈ പാട്ട് ഓക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോ ഇന്റർവ്യൂവിന് വിളിച്ചത് റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ 2-3 തൊട്ട് അതേ പല സ്ഥലത്ത് കളിക്കുന്ന വീഡിയോ കണ്ടു. അപ്പോഴാണ് ഞാൻ ആ ഒരു പേജിൽ മെസ്സേജ് അയച്ചിട്ട് ചേച്ചിയുടെ കോൺടാക്ട് ഒക്കെ ചോദിക്കുന്നത്. ഏത് പാട്ടാന്ന് മനസ്സിലായോ? മണിക്കുട്ടി തന്നെയാണ്. അതെങ്ങനെയാ നിങ്ങക്ക് ഐഡിയ വന്നേ? അതെന്താ അങ്ങനെ കൊറിയോ ചെയ്തിരിക്കുന്നത്? അത് ചേച്ചിക്കാണോ? അതിലെടുത്തിരിക്കുന്ന എല്ലാ തീമും എല്ലാം തന്നെ ചെയ്യണം. ഞാൻ എന്റെ ഒരാളുടെ മനസ്സിന്റെ നക്ഷത്രം എങ്ങനെ വലുതാക്കാന്നുള്ള ചിന്ത മാത്രമേ എനിക്ക് ഉള്ളിൽ ഉറക്കത്തില്. അപ്പൊ അതിനെന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ജനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്റെ നെഗറ്റീവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അതാണ് എന്റെ വിജയം. കാരണം വെച്ചാൽ നെഗറ്റീവ് പറയാൻ 1 മിനിറ്റ് വരെ, കളിച്ചെടുക്കാൻ 3 മണിക്കൂർ വേണ്ടി ഞാൻ ചിന്തിക്കാറില്ല. അതുകൊണ്ട് മണിക്കുട്ടി ഞങ്ങള് എടുക്കാനൊരു കാരണം ഉണ്ടായിട്ടാ. സത്യം പറഞ്ഞ മണിക്കുട്ടിയുടെ പാട്ട് എന്നും ഞങ്ങൾ ട്രാവലറിൽ പോകുമ്പോ പാട്ട് മണിക്കുട്ടി നീ എന്നെ മനസ്സുള്ളി ഞങ്ങളുടെ ഡ്രൈവറെ കളിയാക്കാം ഇങ്ങനെ ഓടിക്കുമ്പോളേ. അല്ല കുറച്ച് പെൺപിള്ളേരാണ്, അവന്റെ കല്യാണം മാരീഡ് ഫിക്സിംഗ് ആണ്, അവരെ കളിയാക്കാൻ ഇവരൊക്കെ ഇരിക്കുമ്പോളേ. അത് ചോദിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കണം എന്ന് തന്നെ വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ നമ്മള് പെട്ടെന്ന് എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ച് മേളിലെത്തിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കാണാറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. ഒരാൾ നല്ല ഹൈപ്പിൽ കൊണ്ടുപോകാനും പറ്റും, അതേപോലെ താഴാക്കാനും പറ്റും. അപ്പം ഇപ്പൊ അവസാനമായിട്ടുള്ള റീസെന്റ് ഉള്ള വീഡിയോസ് ഒക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് കൂടെ കുറച്ച് വീഡിയോസ് ഇരുന്ന് കാണുമ്പോൾ അതിൽ ഫുൾ കുറേ നെഗറ്റീവ് കമന്റ്സ് ആണ് മേളിൽ കിടക്കുന്നത്. അപ്പം എന്താ പറയാ, നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. പല കമന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ഇവരെന്താ ചെയ്യുന്നേ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾ അത് എങ്ങനെയാ എടുക്കുന്നത്, എങ്ങനെയാ റിയാക്ട് ചെയ്യുന്ന കമന്റ്സിനോട്? അതിനെ ഇരിക്കുന്ന ഓരോ പേഴ്സണും ഇതുവരെ അങ്ങനത്തെ ഒരു ഇത് നേരിട്ടിട്ടില്ല. ഇല്ല നമ്മൾ എന്റെ 19 പേർക്കും ഞാൻ ഒഴികെ ആർക്കും അത് നേരിട്ടിട്ടില്ല. 1 and only പേഴ്സൺ ഞാൻ മാത്രമാണ് ഇത്രയും കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെങ്കിൽ നക്ഷത്രം കൊണ്ടുവരുന്നതിലും ഇത്രയധികം നെഗറ്റീവ് കമന്റിനോടും എൻ്റെ വീട്ടിലെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നതും തരണം ചെയ്തു പോകുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ഇല്ല നമ്മൾ പറയില്ല. കാരണം വെച്ചാൽ നമ്മളെ കുഴിച്ചു മൂടിക്കളയാൻ നോക്കിയവർ തന്നെയാണ് സ്ത്രീകളടക്കം. ഞാൻ ഈ നക്ഷത്രയുമായി മുന്നോട്ട് വരരുത്, വീരനാട്യം സ്റ്റോപ്പ് ചെയ്ത് പോകണം, നിർത്തിക്കണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടൊക്കെ നമ്മളടുത്ത് പറഞ്ഞ് ഫലിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പൊതുവെ പെണ്ണുങ്ങൾ തന്നെയാണ്. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇതില്ലാത്തതുകൊണ്ട് ആളത് കേൾക്കുമ്പോ തന്നെ ആളത് ഉൾക്കൊള്ളാൻ വേറെ രീതിയിലായിരുന്നു. ആളത് വേറെ രീതിക്ക് എടുത്തിട്ട് കണ്ടാ നിന്നല്ലേ പറയണത്, നിനക്കിത് നിർത്തിക്കൂടെ, വെറുതെ അല്ല അവര് പറയണത് ഏത് അങ്ങനെ പറഞ്ഞ് തന്നെ ആദ്യം നല്ല സപ്പോർട്ടായി. പിന്നെ ആളുടെ മൈൻഡൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുമ്പോ ഭയങ്കരമായിട്ടും നമ്മളവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. 10,000-10,000 ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു വേണ്ടാത്തൊരു കാര്യം അവിടെ ചെയ്യുന്നില്ല, മോശപ്പെട്ട രീതിയിൽ ഒരു കാര്യവും അവിടെ ചെയ്യുന്നില്ല. അത് ദൈവത്തിന്റെ മുന്നിലും സാക്ഷ്യം പറയാം, ജനങ്ങളുടെ മുന്നിലും സാക്ഷ്യം പറയാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-22 പെണ്ണുങ്ങളും ഇത് തന്നെ അവിടെ ചെയ്യണമെന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇടാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. മനസ്സിലായോ? നമ്മൾ തൊഴിലാണ് ചെയ്യാൻ പോകുന്നത്, ജീവിക്കാനുള്ളൊരു തൊഴിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ അവരെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന കുറെ അമ്മമാരും വീട്ടുകാരൊക്കെ ഉണ്ട്.
അവർക്ക് എന്തായാലും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാത്തൊരു സാമ്രാജ്യം ഞാൻ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. അതിവിടെ നിലനിന്ന് പോണം, ഇതെന്റെ വാശിന്. കാരണം ഇനി രക്ഷയില്ല, നമ്മൾ വളരില്ല. ചേച്ചി ഏറ്റവും കൂടുതൽ ഈ ഒരു നമ്മുടെ നക്ഷത്രം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടി വന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? അതൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായ ബുദ്ധിമുട്ട് എന്താ? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ജോലി സ്ഥലത്തുനിന്ന് വരാനും ഇവരായിട്ട് പോവാനൊക്കെ എനിക്ക് സമയത്തിന്റെ പ്രശ്നം. പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് സഫർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു തന്നെ. എന്നെ ശരിക്കും പറഞ്ഞ ഇല്ലായ്മ ചെയ്തിട്ട് അവിടെ ഇരുത്താൻ വേണ്ടി പരിശ്രമിച്ച കുറേ പേരുണ്ട്. അവരൊക്കെ വിചാരിച്ചത് ഞാനത് മരിച്ചെന്നെ പോകുന്നു വിചാരിച്ചു. ഞാൻ നാളെ ഒരു സൂയിസൈഡ് വരെ ചെയ്യുന്നു വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. അത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഫാൻസ് ഉള്ള ആൾക്ക് എന്നെ സൂയിസൈഡ് ചെയ്തിട്ട് ഞാനത് മരിക്കും, ആ കുട്ടി ഇപ്പൊ അവള് മരിക്കട്ടെ എന്ന് ചിന്തിച്ച ജനങ്ങൾ വരെ ഉണ്ട്. നമുക്കിടയിലും നമ്മളെ വീടിന്റെ അടുത്തായാലും എവിടെ ഇരുന്നാലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഡാൻസിന്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മറ്റുള്ള കൈകൊട്ടി കളിക്കാർക്ക് ഉയർന്നു വരാതിരിക്കാനോ എന്തോ എന്നെ അത്രയും ഇതാക്കിയിട്ട്. പക്ഷെ ഭഗവാനോട് ഞാൻ ഒന്നേ അപേക്ഷിച്ചുള്ളൂ, കൊല്ലാണെങ്കിൽ കൊന്നോട്ടെ, പക്ഷെ അത് കളി സ്ഥലത്തെ വീഴുള്ളൂ. ഞാൻ ഇനി നടക്കില്ല, കൊല്ലാൻ പറ്റില്ല ഞാൻ അങ്ങനെ വിചാരിച്ച് പോകാറില്ല ദിവസം. ഇനി കൊല്ലാൻ പറ്റില്ല, കാരണം വീഴാണെങ്കിൽ എന്നെ കളി സ്ഥലത്ത് വെച്ച് കൊല്ലണം, ഞാൻ തളർന്ന് വീഴണം, അല്ലാണ്ട് ഞാൻ തളരില്ല. അങ്ങനെ വിചാരിച്ചാണ് ഇനിയും ജീവിക്കുന്നത്. ഇനിയും കൊല്ലാൻ വരാണെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ഇനി മരിക്കുമ്പോ ഒരു അഭിമാനം കൂടെ ഉണ്ട്, ജാനകി ആയിട്ടാ മരിക്കണത്, എനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പൊ പേര് വരെ നമ്മുടെ മാറി, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം ഇപ്പം വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും ഹാർഡ് വർക്ക് ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഇങ്ങനെ പ്രാക്ടീസും ഓണും ഉറക്കവും ഇല്ലാതെ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. നിങ്ങൾ ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഇത് തുടക്കം തൊട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും ഈ കുറെ ആൾക്കാർക്ക് അത് അറിയാത്തതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് കമന്റ്സ് ഇടുന്നത്. ഇവരിത് കാണുന്നില്ലേ, ഇവർ ഈ വീഡിയോ കാണുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ലേ? ശരിക്കും അമ്പലത്തിൽ നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വേദിയിൽ ചുറ്റിനുള്ള ആൾക്കാർ എനർജി അനുസരിച്ചായിരിക്കും നിങ്ങളത് പെർഫോം ചെയ്യുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്ക് ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ള? ക്യാമറ നോക്കി തന്നെ പറഞ്ഞു. നെഗറ്റീവ് പറഞ്ഞോടെ എന്താ പറയാ? ഇന്നലെ ഞങ്ങൾക്കൊരു കളി ഉണ്ടായിരുന്നു. ആ കളി സ്ഥലത്ത് വന്നത് മുഴുവനും നമ്മളെപ്പോലെ സാധാരണക്കാരായ അമ്മമാരും കുട്ടികളടങ്ങുന്ന ആളുകളാണ് വന്നത്. എല്ലാവർക്കും നല്ല ടെൻഷനുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ജീവിച്ചുകൊണ്ട് പോണത്. അപ്പോൾ അമ്മമാർ, അതായത് 90 വയസ്സായ അമ്മമാർ നക്ഷത്രത്തിൽ കൂടെ ആടണമെങ്കിൽ അത് ലെവല് വേറെ തന്നെയായിട്ടാ അല്ലേ? പിന്നെ അപ്പോൾ ആ ലെവല് വരെ നക്ഷത്രം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. കാരണം ആ അമ്മമാർ നമ്മൾക്ക് ഒരു തരുമ്പോൾ നമ്മുടെ മനസ്സല്ലെന്ന് പറയണത് നമ്മളെ ഈ ലോകത്തിന് മുന്നിൽ ഏറ്റവും കൂടുതൽ നമിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരുടെ എല്ലാ ലോകം അവസാനിച്ചിരിക്കുന്ന സമയത്താണ് നക്ഷത്രയുടെ കൂടെ അവർ ഡാൻസ് ആടുന്നത് അല്ലേ? വാർദ്ധക്യത്തിലേക്ക് കടന്നു. അപ്പം നക്ഷത്രയുടെ കൂടെ എൻജോയ് ചെയ്യാൻ അവർ കാണിച്ച മനസ്സും അവർക്ക് കൊടുത്തൊരു സന്തോഷമുണ്ട്. അപ്പം അത് കണ്ടിട്ടെങ്കിലും പറഞ്ഞൂടെ, നക്ഷത്ര വളർത്തണ ആശാന് എന്താ കുറവുള്ളത്? ഞാൻ എല്ലാവർക്കും വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ വീഡിയോസിലും എന്നെ കൊണ്ടാവുന്ന പരമാവധി എഫേർട്ട് എടുത്ത് കളിക്കണത്. അതെന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം. നെഗറ്റീവ് ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, എത്ര നെഗറ്റീവ് ഇട്ടോളോ, പക്ഷെ തളരില്ല. നക്ഷത്രയും തളരില്ല, ജാനകിയും തളരില്ല, നമ്മളെ കുട്ടികളും തളരില്ല. കാരണം ഇവരുള്ളിടത്തോളം കാലം ഞാൻ എന്നും ഉണ്ടാവും, ഈ ഫീൽഡിൽ ഉണ്ടാവും. പക്ഷെ മരണം അതെന്നെ വന്ന് കൊണ്ടുപോകണം, അപ്പോളെ തളരുള്ളൂ. അല്ലാതെ ജാനകി തളരില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം പണ്ടത്തെ ജാനകി അല്ല, ഇന്ന് ജനങ്ങൾ ഒത്തിരി ജാനകിക്ക് വേണ്ടി. ഏത് ലോകത്തിരുന്നാലും ഫാൻസ് മാത്രമേ ഉള്ളൂ. ചേച്ചി കരയല്ലേ, സന്തോഷിക്കല്ലേ വേണ്ട നമ്മള്, വിഷമിക്കണ്ട. നമ്മളിപ്പോ എല്ലാ കാര്യം നന്നായിട്ട് വന്നോണ്ടിരിക്കുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ വരെ എടുക്കുന്നത് അവിടെ വരെ എത്തിയില്ല നമ്മള്. അപ്പൊ സന്തോഷിക്കുക, വിഷമിക്കണ്ട. നമ്മളത് സന്തോഷക്കണ്ണീരല്ലേ ഇത്, സന്തോഷക്കണ്ണീര. നക്ഷത്രം വരെ എത്തിയെന്നുള്ള സന്തോഷം, സന്തോഷക്കണ്ണീര. അത് നമുക്ക് മനസ്സിലാവും. നെഗറ്റീവ് പറയണവരോട് അവരങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ചേച്ചി ഇപ്പൊ നമ്മള് ഈ വിഷമൊക്കെ മാറ്റി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു ഒറ്റ മൊമെന്റ് പറയോ? ഏറ്റവും സന്തോഷം തോന്നിയൊരു മൊമെന്റ്? എനിക്ക് ഒരമ്മനെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയാം, രമണി ആന്റി എന്ന പേര്. ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടണത്, മനസ്സറിഞ്ഞൊരു ഗിഫ്റ്റ് കിട്ടുന്നത് രമണി ആന്റി കൊണ്ടു തന്നൊരു മോതിരമാണ്. അതും സ്റ്റോണൊക്കെ പതിപ്പിച്ച് ഇത്തിരി വില വെടിപ്പുള്ള ഒരു മോതിരമായിട്ടാണ് അമ്മ എന്റെ മുന്നിൽ വരുന്നത്. അത് മാത്രല്ല, മിഠായി മാത്രല്ല കേട്ടാ, ഒരു ജനുവലായിട്ട്
ജഡ്ജിന് എന്ത് കിട്ടിയാലും എനിക്ക് കിട്ടും. അത് വേറെ, അത് പങ്കിടാണ്ട് ഓടിക്കൂല. നമുക്ക് എന്തായാലും വേറൊരു ദിവസം ബാലമണിയുടെ സിംഗിൾ ഇന്റർവ്യൂ എടുക്കണം. ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിലും. ഈ കഥകളെയൊക്കെ നമ്മൾ അറിയുന്നതിന്റെ ഒരുപാട് അപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഞാനും ഡാൻസറാണ്, ബേസിക്കലി ഭരതനാട്യം അങ്ങനെ ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പൊ നമുക്കറിയാം എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നുള്ളത്. പക്ഷെ അതിപ്പോ ഒരു 10 മിനിറ്റിന്റെ ഐറ്റം കളിക്കാൻ ഞങ്ങൾ എത്ര നാളെടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടിയും, ഓട്ടംതുള്ളലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ രീതിയിലാണ്. നിങ്ങളപ്പം ഒരൊറ്റ ഡാൻസ് ഫോം അല്ല ചെയ്യുന്നത്, ഡിഫറെന്റ് അതിനകത്ത് നിങ്ങൾ പല രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേക എഫേർട്ട് വേണം. എല്ലാം വേറെ വേറെയാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ അപ്രിസിയേഷൻ അർഹിക്കുന്ന കൈൻഡ് ഓഫ് ഒരു കഴിവ് തന്നെയാണ് നിങ്ങളുടെ. അപ്പൊ ഇതുപോലെ തന്നെ പവർഫുൾ ആയിട്ട് നക്ഷത്ര പോട്ടെ മുന്നോട്ട്. അതൊക്കെ കൊണ്ടുവന്ന ആളുണ്ടല്ലോ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ബാലമണിക്ക് എന്റെ സിംഗിൾ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം വരണം കേട്ടോ. 10 A+ വാങ്ങിയിട്ട് വരണം. വരണോ? അപ്പൊ വരേണ്ട ആവശ്യമില്ല. നല്ല 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 രസമുണ്ട് ഭാഷ. ഭാഷ വ്യത്യാസമില്ലേ? അഴീക്കോട് ഭാഷ, ഏറിയാട്, കൊടുങ്ങല്ലൂരിന്ന് കുറച്ചും കൂടി ബീച്ചിലോട്ട് നല്ല നല്ല രസമുണ്ട് സംസാരിക്കാൻ. അത് വേറെ രീതി. നമ്മൾക്ക് കുറച്ച് പേരോടൊക്കെ നന്ദി പറയാനുണ്ട്, പറയാലോ അല്ലെ? ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മളെ കൂടെ ഇല്ലാത്ത കുറച്ച് കുട്ടികളുണ്ട്. കൂടെ വന്നിട്ടുള്ളത് ഋതു, ബാല, ആതിര, ശ്രീഷ, ശ്രീബാല, അനാമിക, അഞ്ജന, മേ ബി ഇനി ശ്രീ പാർവതി, ഗോപിക, രശ്മി, മിനു, അപർണ, അനാമിക, നീതു, ഗീതു, കാർത്തിക, ചേച്ചി, ശ്യാമിലി കല്യാണം കഴിഞ്ഞു പോയ അവർക്ക് എല്ലാവർക്കും ഞാൻ ചേച്ചിയുടെ മക പറയാണ്. സേതുലക്ഷ്മി, അയ്യോ മറന്നുപോയിട്ടാ, ബാലനെ പോലത്തെ ഒരു കുഞ്ഞായിരുന്നു. അപ്പോ അവർക്കാരും ഇവിടെ വന്നിട്ടില്ലല്ലേ, എല്ലാവരോടും പറയാണ്. നമ്മളൊരു സ്റ്റുഡിയോയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എല്ലാവരും കൊണ്ട് വന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടാ. നമ്മള് വരുത്തിക്കും അല്ലെ. ഇനി നിങ്ങള് കുറച്ചും കൂടെ ഇതായി, ഇപ്പൊ തന്നെ വലിയ നിലയിലാണ് എങ്കിലും നമ്മൾ ഉറപ്പായിട്ടും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ ഇരുത്തിയിട്ട് ഒരു ഗംഭീര ഇന്റർവ്യൂ നമുക്ക് നടത്താം. പിന്നെ ഇവിടെ ഇരിക്കുന്ന 3-4 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറെ നേരമായിട്ട്. അവർക്കും ഒരു വലിയ താങ്ക്സ് പറയണം. പിന്നെ പറയാനുള്ളത് നമ്മള് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നമ്മള് വ്ളോഗേഴ്സിനോടാണ്. ഭരതനാട്യത്തിന്റെ വ്ളോഗേഴ്സിന്റെ ലെവലിൽ നിൽക്കുന്നവരൊന്നും ഉണ്ട്. അപ്പോ അവരെല്ലാവരോടും നക്ഷത്രയുടെ ആശാന്റെ വക നന്ദി പറയുന്നുണ്ട്. ഞങ്ങൾ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നക്ഷത്രനെ ഉയർത്തി ഇവിടെ വരെ എത്തിച്ച് നിർത്തിയിട്ടുള്ളതിന്. അപ്പൊ എല്ലാവരോടും ആശാന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടിപൊളി.